ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടാണ് ഇത് ഇടുന്നത്. ആഫ്റ്റർ ഡെലിവറി ഞാൻ കടന്നുപോയ അവസ്ഥയിലൂടെ സഞ്ചരിച്ച ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാട്ടോ. സത്യം പറയാലോ, ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതെല്ലാം തികച്ചും ഒരു മിത്ത് അല്ലെങ്കിൽ ഫാന്റസി ആയിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം എൻ്റെ ലൈഫിൽ നടന്നപ്പോഴാണ് കേട്ടോ ഇതെല്ലാം എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് സെക്കൻഡ് ഡേ തൊട്ട് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഞാനല്ലാതായി മാറിയിരുന്നേ. നിനക്ക് പാല് കുറവല്ലേ, കുഞ്ഞിന് വിശപ്പ് മാറ്റാൻ ഇനി എന്ത് ചെയ്യും, നിന്റെ കൊച്ചിന് തടിയില്ലല്ലോ, ഇതുപോലുള്ള ഡയലോഗ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് കേട്ടത് ഫുള്ള് ഒരു മനുഷ്യന്റെ ലൈഫിൽ മെന്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞൊരു കാര്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ്. 100% ലിറ്ററസി ഉള്ള നമ്മുടെ കേരളത്തിലെ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഒരു ദിവസം കുടിക്കരുതെന്നും അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് അധികമായി ചാടുമെന്നും ഉള്ള ഒരു മിത്ത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിലനിന്ന് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് കുറച്ച്